എല്ലാവർക്കും മലയാളി ഇൻവെസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ പെട്ടെന്ന് പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും വെറുതെ ഇരുന്ന് പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. ഞാൻ രാഹുൽ. കഴിഞ്ഞ 10 വർഷമായി ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു വരുന്നു. പലപ്പോഴായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, എളുപ്പത്തിൽ പണമുണ്ടാക്കാം, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമിലൂടെ നിങ്ങൾക്കൊരു പണമുണ്ടാക്കാം എന്നൊക്കെയുള്ള പരസ്യങ്ങൾ. ചിലപ്പോൾ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചുള്ള മെസ്സേജ് ആയിരിക്കും വരിക. ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് ജോലിയാണ് നിങ്ങളുടെ അക്കൗണ്ട് വാടകയ്ക്ക് നൽകിയോ അല്ലെങ്കിൽ വിറ്റിട്ടോ പണം ഉണ്ടാക്കാമെന്നത്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇങ്ങനത്തെ തട്ടിപ്പിൻ്റെ വാർത്തകൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. RBI ഇതിനെതിരെയുള്ള അവയർനെസ് തുടങ്ങിയെങ്കിലും ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായ ബാങ്ക് മാനേജർ എന്നോട് പങ്കുവെച്ച ചില കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. ഒന്നാമതായി, ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. ബ്രാഞ്ചിൽ വന്ന് അക്കൗണ്ട് എടുത്തതിന് ശേഷം കിട്ടിയ ATM കാർഡും പാസ്ബുക്കും മാസം 10,000 രൂപയ്ക്ക് ഈ കുട്ടി മറ്റൊരാൾക്ക് കൈമാറി. അതിനുശേഷം തുടർച്ചയായി ഈ അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ വരാനും മറ്റു രാജ്യങ്ങളിലെ ATMിൽ നിന്നും പിൻവലിക്കാനും തുടങ്ങി. സൈബർ സെല്ലിൻ്റെ അടുത്ത് വന്ന കംപ്ലൈൻറ്റ് അനുസരിച്ച് ഈ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ വരുന്നതായിട്ടും ഈ വന്ന പൈസ നിമിഷ നേരം കൊണ്ട് പല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പല രാജ്യങ്ങളിലെ ATMകളിൽ നിന്ന് പിൻവലിക്കുന്നതായി കണ്ടെത്തി. അന്വേഷിച്ചപ്പോൾ ആ വിദ്യാർത്ഥി പുറത്തൊരു രാജ്യത്തേക്കും പോയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അതൊരു മണിമ്യൂൾ അക്കൗണ്ട് ആവുകയും വിദ്യാർത്ഥിക്കെതിരെ പോലീസ് അന്വേഷണം വരികയും ചെയ്തു. ഇതിന് വിദ്യാർത്ഥികൾ മാത്രമല്ല ഇരയാകുന്നത്. ഒരു റിട്ടയർഡ് അധ്യാപകന്റെ കാര്യം കൂടി പറയാം. അദ്ദേഹത്തിന് ഓൾറെഡി ഒരു അക്കൗണ്ട് ആ ബാങ്കിൽ ഉണ്ടായിട്ടും അദ്ദേഹം പുതിയതായിട്ട് ഒരു അക്കൗണ്ട് എടുക്കാൻ ബാങ്കിലേക്ക് വന്നു. പുതിയതായി എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ബാങ്ക് ഓഫീഷ്യൽസിന്റെ ചോദ്യത്തിന് അദ്ദേഹം പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്തില്ല. ഈ എടുത്ത പുതിയ അക്കൗണ്ടിന് വേറെ ഒരു മൊബൈൽ നമ്പറാണ് അദ്ദേഹം നൽകിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജാർഖണ്ഡ് പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ച് ബ്രാഞ്ചിൽ വന്നപ്പോഴാണ് അതൊരു മണിമ്യൂൾ അക്കൗണ്ട് ആണെന്ന് എല്ലാവരും അറിയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പല തട്ടിപ്പുകളും, ഉദാഹരണത്തിന് ഡിജിറ്റൽ അറസ്റ്റ്, ഇതിലൂടെ ചോദിക്കുന്ന പണം ഇത്തരം അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളും ആ തട്ടിപ്പുകാരെ സഹായിക്കുകയാണ്. ഓർമ്മിക്കേണ്ടത്, തട്ടിപ്പാർ ഒരിക്കലും അവരുടെ പാൻ കാർഡും ആധാർ കാർഡും വെച്ച് തട്ടിപ്പ് നടത്താൻ വേണ്ടി ഒരു അക്കൗണ്ട് തയ്യാറാക്കില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ച് നിങ്ങൾ തുടങ്ങുന്ന ഒരു അക്കൗണ്ട് അവർ വിലക്ക് വാങ്ങുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ടാലും അത് നിരപരാധികളുടേതായിരിക്കും. മാത്രമല്ല, ഇങ്ങനെ ലഭിക്കുന്ന പണം തീവ്രവാദത്തിനും ലഹരി കച്ചവടത്തിനും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇതേപോലെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കായി കോൺടാക്ട് ചെയ്ത് അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം രാഹുൽ.